Next question. The thickness of a rupee coin is 1.45 millimeter. What is the total height of the cylinder formed by placing 36 rupee coins one over the other? Write the answer in centimeters. അപ്പോൾ ഒരു കോയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.65 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതേപോലത്തെ 36 കോയിൻസ് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് വെച്ച് സിലിണ്ടറിൻ്റെ രീതിയിൽ അത് ഫോം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര, ടോട്ടൽ ഹൈറ്റ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 1.45 മില്ലിമീറ്റർ വീതം തിക്നെസ് ഉള്ള 36 കോയിൻസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് സിലിണ്ടറായിട്ട് ഫോം ചെയ്തു എങ്കിൽ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കോയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതാണ് 1.45. അപ്പോൾ 36 കോയിൻ്റെ തിക്നെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ടറിൻ്റെ ടോട്ടൽ ഹൈറ്റ് കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 36 × 1.45 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? തിക്നെസ് ഓഫ് എ റുപ്പി കോയിൻ ഈസ് ഈക്വൽ ടു 1.45 മില്ലിമീറ്റർ. അടുത്ത സ്റ്റെപ്പ് എന്താ? ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഫോംഡ് ബൈ പ്ലേസിങ് 36 റുപ്പി കോയിൻസ് വൺ ഓവർ ദി അതർ ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 36 × 1.45. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 145 × 36. 6 5s are 30. 4 3 6 × 4 24 + 3 27. 1 × 6 6 + 2 8. 5 3s are 15. 4 3s are 12 + 1 13. 3 + 1 4. 0. 7 + 5 12. 8 + 1 9. 9 + 3 12. 4 + 1 5. അപ്പോൾ നമുക്ക് 5 2 2 0 എന്ന് കിട്ടി. ഡെസിമൽ പ്ലേസസ് ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയിട്ട് നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ 52.20 മില്ലിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദി ആൻസർ ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ മില്ലിമീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്ററിലാക്കാം? 10 മില്ലിമീറ്റർ ആണ് എന്ത്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കണം എന്ത് ചെയ്യണം? മില്ലിമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ആണ്, സെൻറ്റിമീറ്റർ ആണ് ബിഗ്. സ്മോളിനെ ബിഗ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. എത്ര കൊണ്ട് ചെയ്യണം? 10 കൊണ്ട് ചെയ്യണം. അപ്പോൾ ഈസ് ഈക്വൽ ടു 52.20 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 1 0 ആണ്. അപ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റിലേക്ക് 1 പ്ലേസ് മൂവ് ആകും. അപ്പോൾ എന്ത് വരും? 5.220 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. The price of 1 kilogram of oranges is rupees 56.50. What is the price of 2.250 kilogram of oranges? അപ്പോൾ 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 56.50 ആണ്. അപ്പോൾ 2.250 കിലോഗ്രാം ഓറഞ്ചിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 2.250യെ 56.50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്യാൻ വി റൈറ്റ് 56.50 as 56.5 and 2.250 as 2.25 and multiply? Will we get the same product? Why? അപ്പോൾ ഈ 56.50യെ നമ്മൾ ഇങ്ങനെ എഴുതി, ഇതിനെ ഇങ്ങനെയും എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കുമോ കിട്ടുക? അതായത് ഇത് ചെയ്യുന്ന അതേ സെയിം ആൻസർ തന്നെ ആയിരിക്കുമോ കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് ഈസ് ഈക്വൽ ടു 56.50. അടുത്തത് പ്രൈസ് ഓഫ് 2.250 കിലോഗ്രാം ഓറഞ്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 2.250യെ 56.50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും?
2250 ഇൻറ്റു 5650 എന്ന് വരും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ സീറോയും കൂടെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഈ 2 സീറോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വളരെ നീണ്ട ഒരെണ്ണമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 225ഉം 565ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 5s are 25. 5 2s are 10 plus 2 12. 5 2s are 10 plus 1 11. 6 5s are 30. 6 2s are 12. 12 plus 3 15. 6 2s are 12 plus 1 13. 5 5s are 25. 5 2s are 10 plus 2 12. 5 2s are 10 plus 1 11. 5 2 5 plus 5 10 plus 1 11. 1 2 5 5 plus 2 7. 1 plus 1 2 1. അപ്പോൾ നമുക്ക് 1 2 7 1 2 5 എന്ന് കിട്ടി. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 2 7 1 2 5. ഇനി മറന്നു പോകരുത്, ഇവിടെ 2 സീറോ നമ്മൾ എടുത്തില്ലായിരുന്നു, അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഡെസിമൽ പ്ലേസസ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 2. അപ്പോൾ 3 + 2 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 5 പ്ലേസസ് ഇങ്ങോട്ട് മാറി നമ്മൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? 127.12500. അപ്പോൾ നമുക്കിത് മൊത്തം വേണ്ട, 127.125 വരെ മതി കേട്ടോ. ഇത്രയും റുപ്പീസാണ് 2.250 കിലോഗ്രാം ഓറഞ്ചിനാകുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്? ഇതിനെ നമുക്കിങ്ങനെ എഴുതാൻ കഴിയുമോ? അതായത് 56.50യെ 56.5 എന്ന് എഴുതാനായിട്ട് കഴിയുമോ? കഴിയും അല്ലേ? 56.50 എന്ന് വെച്ചാലും 56.5 എന്ന് വെച്ചാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യെസ്, വി ക്യാൻ റൈറ്റ് 56.50 as 56.5 and 2.250 as 2.25. അങ്ങനെയും കൂടെ നിങ്ങളിവിടെ എഴുതിക്കുകയാണ് കേട്ടോ. ഞാനത് എഴുതുന്നില്ലേ, അതും കൂടെ എഴുതിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞേ? വിൽ വി ഗെറ്റ് ദ സെയിം പ്രൊഡക്റ്റ്? വൈ? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം പ്രൊഡക്റ്റ് കിട്ടുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് 56.5 ഇൻറ്റു 2.25 ചെയ്താൽ നമുക്ക് ഈ മുകളിൽ കിട്ടിയ ആൻസർ തന്നെ കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഡെസിമൽ പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 565 ഇൻറ്റു 225. അത് തന്നെയാണ് ഇതാ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയേ? 127125 എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ പ്ലേസസ് 1 + 2 3 ആണുള്ളത്. അപ്പോൾ ഇവിടുന്ന് 3 പ്ലേസസ് മാറി ഇങ്ങോട്ട് പോയിൻ്റ് ഇടുമ്പോൾ 127.125. അത് തന്നെയല്ലേ നമുക്ക് മുകളിൽ കിട്ടിയത്? സെയിം തന്നെയാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, വി ഗെറ്റ് ദ സെയിം പ്രൊഡക്റ്റ്. ഇനി വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടല്ലേ? അതിന് റീസൺ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ബിക്കോസ് ട്രെയിലിംഗ് സീറോസ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് എ നമ്പർ. അപ്പോൾ നമുക്ക് ഈ സീറോ മാറ്റിക്കഴിഞ്ഞാലും ഇതിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയത് രണ്ടും സെയിം ആണ് എന്ന് പറയാം. ഇവിടെ 0 ഉണ്ടെങ്കിലും അതിന് ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.